CJP സമരം പ്രതിഫലിച്ചു തുടങ്ങി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കനത്ത തിരിച്ചടി. ബീഹാറിലെ ബങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് BJPക്ക് ശക്തമായ തിരിച്ചടി നേരിട്ടത്. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലം മാത്രമാണ് ആശ്വാസം നൽകിയത്. സമീപകാലത്ത് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. BJPയുടെ ശക്തമായ കോട്ടയായി കരുതപ്പെട്ടിരുന്ന ബീഹാറിലെ ബങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിൽ പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങി. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലത്തിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയം നിലനിർത്താനായത്. കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും നയങ്ങൾക്കെതിരെയുള്ള ജനവികാരത്തിന്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടുള്ള ജനങ്ങളുടെ വെറുപ്പും പ്രതിഫലിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തന്ത്രപ്രധാന മണ്ഡലങ്ങളിലെ അപ്രതീക്ഷിത തോൽവി. പതിറ്റാണ്ടുകളായി BJPയുടെ ഉറച്ച കോട്ടയായിരുന്ന ബീഹാറിലെ ബങ്കിപ്പൂരിൽ ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറിനോടാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. BJPയുടെ ഉയർന്ന പദവികളിൽ ഇരിക്കുന്ന നേതാക്കളുടെ പ്രാദേശിക സ്വാധീനത്തെ മറികടന്ന് ഒരു മൂന്നാം ശക്തി വിജയം നേടിയത് പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനകീയ പ്രതിഷേധങ്ങളും യുവാക്കൾക്കിടയിലെ അസംതൃപ്തിയും ശക്തമായി നിലനിന്ന മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയം നിലനിർത്തി. ഭരണവിരുദ്ധ തരംഗവും വോട്ടർമാരുടെ അതൃപ്തിയും BJPക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു. സംഘപരിവാറിന്റെയും BJPയുടെയും രാഷ്ട്രീയ നിലപാടുകളിൽ ചില സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കേവലം വൈകാരികവും ധ്രുവീകരണപരവുമായ വിഷയങ്ങളിൽ മാത്രം ഊന്നി പ്രചാരണം നടത്തുന്നത് നഗര ഗ്രാമീണ വോട്ടർമാരിൽ മുൻപത്തെ പോലെ ഫലപ്രദമാകുന്നില്ല എന്നതിന്റെ ശക്തമായ തെളിവാണ് ഈ ഫലങ്ങൾ. യുവാക്കളുടെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ രംഗത്തെ അതൃപ്തി, വിലക്കയറ്റം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ കടുത്ത ജനരോഷം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ വശത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ പരമ്പരാഗത വോട്ടർമാരെ പോലും അകറ്റുന്നു. സ്വന്തം തട്ടകങ്ങളിൽ പോലും ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും സംഘടനാ സംവിധാനങ്ങൾ പ്രാദേശിക താൽപര്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കാതിരിക്കുന്നതും പരാജയത്തിന് ആക്കം കൂട്ടി. മഞ്ചൽപൂർ വിജയം ഗുജറാത്തിലെ സംഘടനാപരമായ കരുത്ത് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മറ്റ് രണ്ട് മണ്ഡലങ്ങളിലെ തോൽവി BJPക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ്. സംഘപരിവാർ തങ്ങളുടെ പരമ്പരാഗത പ്രചാരണ തന്ത്രങ്ങളും ഭരണനയങ്ങളും തിരുത്തുക തന്നെ വേണമെന്ന് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഡൽഹിയിൽ CJPയും ജൻസിയും ഉയർത്തിവിട്ട ജനകീയ പ്രശ്നങ്ങൾ ബഹുജന രോഷമായി പ്രതിഫലിച്ചു തുടങ്ങിയെന്നതിന്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് ഫലങ്ങൾ കാണിച്ചു തരുന്നത്. അതുവരെ അടക്കിവച്ചിരുന്ന ബഹുജന രോഷം അണപൊട്ടി ഒഴുകുന്നതിനും അത് ഓരോരുത്തരും തങ്ങളുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രതികരിക്കാനും തുടങ്ങി എന്നതാണ് വസ്തുത. ജൻസി ഉയർത്തിവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റ് രാജ്യമാകെ അലയടിച്ചുയർന്നു തുടങ്ങി എന്ന് വേണം പറയാൻ. അത് അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും വികസനാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിലും പരാജയപ്പെടുന്ന ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനാധിപത്യ സമൂഹം തൂത്തെറിയുമെന്ന ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത്.